ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് എം.കെ. രാഘവൻ വക്കീൽ സ്മാരക പുരസ്കാരം മുൻ KPCC പ്രസിഡന്റ് കെ. സുധാകരന് നൽകിക്കൊണ്ട് നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ക്ലിപ്പ് നിങ്ങൾ പലരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഏകദേശം ആ ഒരു രൂപം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. സ്വാമി പറഞ്ഞത് എന്തെന്നാൽ, ഈ കേരളത്തിൽ പിന്നാക്ക സമുദായക്കാർ, പ്രത്യേകിച്ച് ഈഴവ സമുദായം, അദ്ദേഹം സമുദായത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിൽ പോലും അദ്ദേഹം ആരാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ഈഴവ സമുദായക്കാർ കേരള രാഷ്ട്രീയത്തിൽ പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പ്രാതിനിധ്യം ലഭിക്കുന്നില്ല. ഇത് അദ്ദേഹം തന്നെ നേരത്തെ ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരിയിൽ വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറഞ്ഞതാണ്. കേരളത്തിൽ ശ്രീനാരായണ സമൂഹത്തിൽ നിന്ന് കോൺഗ്രസിൽ MLA ആയിട്ടുള്ള ഒരേ ഒരാൾ മാത്രമാണ്, കെ. ബാബുവാണ്, മറ്റാരുമില്ല. ഈ ഒരു അവസ്ഥ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കാം എന്ന രീതിയിലുള്ള ആ ഒരു മറുപടി രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷെ അത് പ്രാവർത്തികമായില്ല എന്ന് മാത്രമല്ല, കെ. സുധാകരൻ എന്ന് പറഞ്ഞ നേതാവിനെ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അപ്പോൾ സ്വാമി പറയുന്ന അനുസരിച്ചാണെങ്കിൽ കെ. സുധാകരന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ. അപ്പൊ ഇത്രയും തന്നെ ആരോഗ്യമില്ലാത്ത, അല്ലെങ്കിൽ ഇരുന്നിടത്ത് എഴുന്നേക്കാൻ പരസഹായം വേണ്ട, പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഗവർണറായിട്ടോ ഉപരാഷ്ട്രപതിയായിട്ടോ രാഷ്ട്രപതിയൊക്കെ ആയിട്ട് പോകാൻ പ്രായമായ മല്ലികാർജുൻ ഖാർഗെക്ക് AICC പ്രസിഡന്റായിട്ടിരിക്കാം. അദ്ദേഹത്തെക്കാൾ കൂടുതൽ ശാരീരിക ക്ഷമതയുള്ള കെ. സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്തും മാറ്റും. അദ്ദേഹം മറ്റു പല പേരുകൾ എടുത്തു പറഞ്ഞു, VM സുധീറിന്റെ അടക്കം. അപ്പൊ ഇങ്ങനെ ഈ ശ്രീനാരായണ സമൂഹത്തിൽപ്പെട്ട ആളുകളെ പാർശ്വവൽക്കരിക്കുകയും അവരുടെ അവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല എന്ന വളരെ വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉറക്കെ പറയുന്നു, ഈ പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ കോൺഗ്രസ് അവഗണിക്കുന്നത് ശരിയല്ല. രാഷ്ട്രീയത്തിൽ പൊതുവെ തന്നെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നൊരു പരാതിയുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷ പറഞ്ഞ ലോകത്തുള്ള എല്ലാ സമുദായക്കാരും അവരുടെ സ്ഥാനാർത്ഥിയുടെ സമുദായം നോക്കി വോട്ട് ചെയ്യും, ഈഴവർ മാത്രം ചിഹ്നം നോക്കി വോട്ട് ചെയ്യും എന്നാണ്. അതായത് ഈഴവർക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ പോലും അന്യ സമുദായക്കാരായിരിക്കും സ്ഥാനാർത്ഥികളായിട്ട് വരിക. സ്വാഭാവികമായിട്ട് ജയിക്കുന്നു അവരായിരിക്കും. അത് അരൂരായാലും ചേർത്തലയിലായാലും ആലപ്പുഴയിലായാലും അമ്പലപ്പുഴയിലായാലും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ്, അയാൾ ജാതി ഭ്രാന്ത് പുലമ്പുകയാണ്, വംശീയവാദിയാണ് എന്നൊക്കെ ആളുകൾ കുറ്റം പറഞ്ഞു. സ്വാമി സച്ചിദാനന്ദ ഇത് തന്നെ മറ്റു രീതിയിൽ ആവർത്തിക്കുന്നു. വെള്ളാപ്പള്ളി കുറച്ചുകൂടി ക്രൂഡായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ സ്വാമി കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അത്രയും വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഒന്ന് തന്നെയാണ്. അത് അവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്, പിന്നാക്ക വിഭാഗക്കാർക്ക് രാഷ്ട്രീയത്തിൽ അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ല, പങ്കാളിത്തം ലഭിക്കുന്നില്ല. ഇവരുടെ പ്രാതിനിധ്യം നാമമാത്രമായി പോകുന്നു. അപ്പൊ ഈ സ്ഥിതിക്ക് മാറ്റം ഉണ്ടാകണം. അതിന് ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് മുൻകൈ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതെന്തുമാത്രം കോൺഗ്രസ്സുകാർ ഉൾക്കൊണ്ടു എന്ന് നമുക്കറിയില്ല. ഏതായാലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈഴവർക്ക് മാത്രമല്ല മറ്റ് പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പറയത്തക്ക പ്രാതിനിധ്യമൊന്നും കോൺഗ്രസ് നൽകിയിട്ടില്ല എന്നതാണ്. അത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാലും മനസ്സിലാവും. പിന്നീട് പുറത്തു വന്ന മറ്റ് മണ്ഡലങ്ങളിലെ മറ്റ് മുനിസിപ്പാലിറ്റികളിലെ പഞ്ചായത്തുകളിലൊക്കെ ലിസ്റ്റ് പരിശോധിച്ചാലും നമുക്ക് ബോധ്യം. ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ മുഴുവൻ പട്ടിക പുറത്തു വന്നതിന് ശേഷം അന്ന് കേരളകൗമുദി ലേഖൻ നടത്തിയ ഒരു അന്വേഷണത്തിൽ വെളിപ്പെട്ടത് കോൺഗ്രസ് പാർട്ടി വിരലിലുണ്ടാവുന്ന ഈഴവർക്ക് മാത്രമേ സീറ്റ് കൊടുത്തുള്ളൂ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ ഈഴവ സമുദായത്തിൽ ജനിച്ച ആളുകൾ ഒന്നുകിൽ BJP വോട്ട് ചെയ്യും, അല്ലെങ്കിൽ CPM വോട്ട് ചെയ്യും. സാമാന്യമായിട്ട് ജീവിക്കാൻ നിവൃത്തിയുള്ള ആളുകൾ പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു. ഇപ്പൊ അവർ കോൺഗ്രസിനെ ഒഴിവാക്കി ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ BJPയുമായിട്ട് സഹകരിക്കും, അവരുമായിട്ട് അടുക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. സാധാരണക്കാരായ ഈഴവ സമുദായ അംഗങ്ങൾ സ്വാഭാവികമായിട്ടും ചെത്തുതൊഴിലാളികളോ അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ആയിരിക്കും. അവരുടെ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടും. പക്ഷേ ഈ ജീവിക്കാൻ നിവൃത്തിയുള്ള ഒരു ന്യൂനപക്ഷമുണ്ട്, ഒരു 10% 15%. ആ വോട്ടുകൾ എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഈ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് എന്നറിയപ്പെടുന്ന മറ്റ് പിന്നോക്ക സമുദായക്കാർക്ക് സർക്കാർ സർവീസിലാണെങ്കിലും പട്ടാളത്തിലാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും അർഹിക്കുന്ന പ്രാതിനിധ്യം കിട്ടുന്നില്ല. അവർ അവഗണിക്കപ്പെടുന്നു.
എന്ന് സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ പരാതിപ്പെടുകയും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം, ആ യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കണം എന്നൊക്കെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേരളം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ വ്യൂ പോയിന്റിലാണ്. ഇപ്പൊ ഗംഗാ സമതലത്തിൽ കോൺഗ്രസ് ഇല്ല, ബംഗാളിൽ കോൺഗ്രസ് ഇല്ല, മറ്റ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വളരെയധികം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ കോൺഗ്രസിന് ശക്തിയുള്ള ഒരു സംസ്ഥാനമാണ്, അല്ലെ അപൂർവം സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ആ കേരളത്തിൽ നിന്നുള്ള ഒരു പാർലമെന്റ് അംഗമായിരുന്നു ശ്രീ രാഹുൽ ഗാന്ധി. ഇപ്പോൾ പാർലമെന്റ് അംഗമാണ് അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ സാന്നിധ്യം കൊണ്ട് എന്താണ് സംഭൂതമായി തീർന്ന നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കാൻ ആവശ്യത്തിന് ഈഴവരെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഈഴവർക്ക് കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുക്കുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന് വന്നാൽ അത് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. സ്വാമി സച്ചിദാനന്ദ പറഞ്ഞതിൽ ഒരു പരമാർത്ഥമുണ്ട്. അതുപോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം കാര്യങ്ങളൊക്കെ ബ്ലണ്ടായിട്ട് പറയുന്ന ആളാണ്. പുള്ളി പറഞ്ഞതിലുള്ള ആ ഒരു വാമൊഴി വഴക്കം നമ്മൾ മാറ്റി നിർത്തിയിട്ട് നോക്കിയാലും ഇതിൽ തീർച്ചയായിട്ടും ഒരു അർത്ഥമുണ്ട്. പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ തെറ്റ് തിരുത്താനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മളെ കുഴക്കുന്ന ഒരു സാമൂഹിക സാമുദായിക രാഷ്ട്രീയ ചിത്രം.